ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ യാത്ര കോട്ടകളുടെ റാണി എന്നറിയപ്പെടുന്ന ജിഞ്ചി ഫോർട്ടിലേക്കാണ്. തമിഴ്നാട്ടിലെ വില്ലുപുരം ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് സെഞ്ചി കോട്ട അഥവാ ജിഞ്ചി ഫോർട്ട് എന്നത്. ജിഞ്ചി എന്ന പേരിനെ ഇവിടുത്തെ നാട്ടുകാർ വിളിക്കുന്നത് സെഞ്ചി എന്നാണ്. ജിഞ്ചി ഫോർട്ട് എന്നത് 3 കല്ലുമലയുടെ മുകളിൽ നിർമ്മിച്ച 3 കോട്ടകളാണ്. വടക്ക് കൃഷ്ണഗിരി, പടിഞ്ഞാറ് രാജഗിരി, തെക്ക് കിഴക്ക് ചക്കിലി ദുർഗ്. 3ഉം സ്വയംഭരണമുള്ള കോട്ടകളായിരുന്നു. 3 കുന്നുകളും തമ്മിൽ 11 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ മതിലുകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. 800 അടി ഉയരത്തിലുള്ള ചുറ്റുമതിലും അതിനു ചുറ്റും 80 അടി ഉയരത്തിലുള്ള കിടങ്ങുമുണ്ട്. AD 9-ാം നൂറ്റാണ്ടിൽ ചോള രാജവംശം നിർമ്മിച്ച ചെറിയ കോട്ടയാണ് ചോളന്മാരുടെ യുദ്ധശേഷം കുറുമ്പരും പിന്നീട് 11-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യവും പരിഷ്കരിച്ച് ജിഞ്ചി കോട്ടയായി മാറിയത്. പടിഞ്ഞാറ് ഭാഗത്തുള്ള രാജഗിരി കോട്ട അധികം ആരും കേട്ടിട്ടില്ലാത്ത കോനാർ രാജവംശത്തിലെ ആനന്ദ കോനാർ രാജാവാണ് നിർമ്മിച്ചത്. പടിഞ്ഞാറ് ഭാഗത്തുള്ള രാജഗിരി കോട്ടയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏകദേശം 800 അടി ഉയരമുള്ള ഈ കോട്ട സന്ദർശിക്കാൻ 30 രൂപ ടിക്കറ്റ് ആവശ്യമാണ്. ഞങ്ങൾ ചെന്ന സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 15-നോടനുബന്ധിച്ചൊരു ദിവസമായതിനാൽ തന്നെ നമുക്ക് അവിടെ എൻട്രി ഫ്രീ ആയിരുന്നു. ആ ദിവസങ്ങളിൽ ചെല്ലുന്നവർക്കൊക്കെ അവിടെ അങ്ങനെയാണ്. നമ്മൾ ചെന്ന സമയത്താണ് അതറിഞ്ഞത്. ജിഞ്ചി ഫോർട്ട് രാവിലെ 9 മുതൽ വൈകുന്നേരം 5:30 വരെ തുറക്കും. പക്ഷെങ്കിൽ ഉച്ചയ്ക്ക് 3 മുതൽ അവിടെ പ്രവേശനം അനുവദിക്കില്ല. ചെന്നൈയിൽ നിന്നും 160 കിലോമീറ്റർ ദൂരമാണ് ഈ ഫോർട്ടിലേക്കുള്ളത്. പിന്നെ ഇവിടുത്തെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ദിണ്ടിവനമാണ്. മറാത്ത ചക്രവർത്തിയായിരുന്ന ശിവജി ഈ കോട്ടയെ അനശ്വരമായ കോട്ട എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ ഈ കോട്ടയെ ട്രോയ് ഓഫ് ദ ഈസ്റ്റ് എന്നും വിളിച്ചു. 9-ാം നൂറ്റാണ്ടിൽ ചോള രാജവംശം പണികഴിപ്പിച്ച ഈ കോട്ട പിന്നീട് 13-ാം നൂറ്റാണ്ടിൽ കുറുമ്പരുടെ കാലത്ത് മോഡിഫൈ ചെയ്തു. 15-16 നൂറ്റാണ്ടുകളിൽ നായക വംശജർ വീണ്ടും പണികഴിപ്പിച്ച് സ്വതന്ത്ര രാജാക്കന്മാരെ രൂപാന്തരപ്പെട്ടു. 1677-ൽ മറാത്ത ചക്രവർത്തി ശിവജിയുടെ നേതൃത്വത്തിൽ ഈ കോട്ട മറാത്തകൾക്ക് കൈമാറി. പിന്നീട് ബീജാപ്പൂർ സുൽത്താൻ, മുഗളന്മാർ, കർണാട്ടിക് നവാബുമാർ, ഫ്രഞ്ച്, ബ്രിട്ടീഷ് എന്നീ ഭരണാധികാരികളുടെ കീഴിലായി. പിന്നീട് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലാണ് കോട്ട പരിപാലിക്കപ്പെടുന്നത്. നമ്മൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് കേട്ടോ എത്തിയത്. ഇവിടെ എത്താൻ ലേശം വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ നല്ല വെയിലൊക്കെ ഉണ്ട്. ആ മുകളിൽ കാണുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് എത്തേണ്ടത്. താഴെയും കുറേ കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. പക്ഷെങ്കിലും മുകളിൽ പോയി വന്നതിന് ശേഷം കാണാമെന്നാണ് കരുതുന്നത്. ഈ കോട്ടയ്ക്കുള്ളിൽ ധാരാളം കെട്ടിടങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആനക്കുളം, അതായത് എലിഫൻറ്റ് ടാങ്ക്, പിന്നെ 7 നിലകളിലുള്ള കല്യാണ മഹൽ, കുതിരാലയം, ജയിൽ സെല്ലുകൾ, വെടിമരുന്ന് പുരകൾ, കലവറ, ജിംനേഷ്യം തുടങ്ങി നിരവധി കെട്ടിടങ്ങൾ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പടിക്കെട്ടുകൾ ആരംഭിക്കുകയാണ്. അതിന് സൈഡിൽ തന്നെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ബിവെയർ ഓഫ് മങ്കീസ് എന്നുള്ളത്. ഇവിടെ നല്ല പോലെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. ഇത് കയറി വരുന്ന വഴിക്ക് തന്നെ നമുക്ക് കുറേ കാണാൻ പറ്റിയിട്ട് ഇനി മുകളിലേക്കുള്ള കാര്യം പിന്നെ പറയേണ്ടി വരത്തില്ല. ഏകദേശം ഒരു 1500-ൽ പരം പടികളും പിന്നെ കുറേയധികം കാട്ടിലൂടെയും നടക്കാനുണ്ട്. അങ്ങനെ ഈ പടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുകൾ ഇങ്ങനെ ചെരിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊന്നും വഴി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കുറേ കൽപ്പടികൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം ഓരോ മണ്ഡപങ്ങളും ഇടയ്ക്കുണ്ട്. അത് ഏകദേശം നന്നായി, കാരണം ഇടയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ അത് നല്ലത് തന്നെയാണ്. നമ്മൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. കയ്യിൽ കുട കരുതിയിട്ടുള്ളത് കൊണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ ഈ ഒരു ഫോർട്ടിലേക്കൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം രാവിലത്തെ ടൈം ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും അധികം നല്ലത്. പിന്നെ ഇവിടേക്ക് വരുമ്പം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കയ്യിൽ പറ്റാവുന്നത്ര മാക്സിമം വെള്ളം കയ്യിൽ കരുതുക. കാരണം ഈ ഒരു ഫോർട്ടിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി വെള്ളം ഈ കാട്ടിലെങ്ങും എവിടെയും കിട്ടത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കുടിച്ച് സുഖമായിട്ട് തന്നെ നടക്കാം. അല്ലെങ്കിൽ പിന്നെ ഉമിനീരൊക്കെ ഇറക്കി ഇങ്ങനെ നടക്കേണ്ടി വരും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കാതെ ഇടയ്ക്കൊക്കെ കുറച്ച് വിശ്രമിക്കുന്നത് നമ്മൾ കുറച്ചൊക്കെ ക്ഷീണം അകറ്റാൻ സഹായിക്കും. പിന്നെ ചെറിയ കുട്ടികളും പ്രായമായവരും പിന്നെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളവർ മാക്സിമം ഈ കോട്ടയിലേക്ക് മുകളിലേക്ക് കയറാതിരിക്കുകയാണ് നല്ലത്. താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയും ഏറ്റവും നല്ലത്.
കുറച്ചങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ആകെ ക്ഷീണമുള്ള ഒരു അവസ്ഥയായിരിക്കും കേട്ടോ. പിന്നെയും താഴേക്ക് നോക്കുമ്പോഴത്തെ കാഴ്ചകൾ കാണുമ്പോഴാണ് പിന്നെയും മനസ്സിനും ശരീരത്തിന് തന്നെ ഒരു സുഖവും കുളിർമയൊക്കെ തന്നെ തോന്നുന്നത്. പിന്നെ ഇവിടെ 3 മണി മുതൽ പ്രവേശനം മുകളിലേക്ക് ഇല്ല കേട്ടോ. കാരണം ഇപ്പോൾ മുകളിൽ പോയി താഴെ എത്താനുള്ള ഒരു സമയം അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 3 മണിക്ക് ശേഷം കടത്തി വിടാത്തത്. കാരണം 5:30 ആകുമ്പോഴേക്കും ഇത് ക്ലോസ് ചെയ്യണമല്ലോ. ചുറ്റും കുറേ പാറക്കെട്ടുകളും അതിനിടയിൽ കൂടെയുള്ള കൽപ്പടവുകളൊക്കെയാണ് കയറി പോകുന്നത്. ഏകദേശം ഒരു 1500ഓളം സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ പലയിടത്തും പിന്നെ ഇരുന്നും നടന്നും കിടന്നും എന്നുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആകെ വയ്യാണ്ടാവും. ചില പടികൾ തമ്മിലൊക്കെ നല്ല ഗ്യാപ്പ് ഡിസ്റ്റൻസിന്, ചിലയിടത്തൊക്കെ പാറകൾ തന്നെയാണ് പിടിച്ച് കയറേണ്ടത്. അതിൽ ചില ഏരിയയൊക്കെ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ വിജനമായ സ്ഥലത്ത് കൂടെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണുള്ളത്. ചുറ്റും എന്തൊക്കെയോ ജീവികളുടെ സൗണ്ടും ഒക്കെ, പിന്നെ കുരങ്ങന്മാരുടെ ശല്യം ഒക്കെ തന്നെ ഇടയ്ക്കുണ്ട്. കഴിവതും ഇവിടേക്ക് പോകുമ്പോൾ കയ്യിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ കരുതാതിരിക്കുകയാണ് നല്ലത്. കാരണം കുരങ്ങന്മാരുടെ ശല്യം അത്രയ്ക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങും വെച്ച് കഴിക്കാൻ കഴിയത്തില്ല. നമ്മൾ കുറേ അങ്ങോട്ട് നടന്നു ചെന്നപ്പോൾ ആദ്യം മുകളിൽ കയറിയിട്ട് താഴേക്ക് വരുന്നൊരു ടീം അവരുടെ കയ്യിലുള്ളൊരു വടി നമുക്ക് തന്നു കേട്ടോ. കാരണം കുരങ്ങന്മാരെ ഒന്ന് ചെറുത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ആയുധം ഇല്ലാതിരിക്കാൻ കഴിയില്ല. അതേതായാലും നന്നായി. കാരണം കുരങ്ങന്മാരുടെ അടുത്ത് നിന്ന് രക്ഷ നേടുകയും ചെയ്യാം. പിന്നെ അതിന് മിക്ക സമയത്തും വടി കുത്തിപ്പിടിച്ച് തന്നെയാണ് നടന്നത്. അതെനിക്ക് നല്ലൊരു ഉപകാരമായിട്ടാണ് തോന്നിയത്. അങ്ങനെ നമ്മൾ നടന്ന് മുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് നമ്മൾ താഴേക്ക് നോക്കുമ്പോഴത്തെ കാഴ്ച അതിമനോഹരമാണെന്ന് പറയാം. പിന്നെ കുറേ പടികെട്ടുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ അധികം കൽമണ്ഡപങ്ങൾ ഇതിനിടയിലൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് ഈ കൽമണ്ഡപങ്ങൾ ഈ ഏറ്റവും മുകളിൽ കോട്ടയുടെ മുകളിലേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള ഓരോ സുരക്ഷാ പരിശോധനാ സ്ഥലം തന്നെയായിരിക്കും. അപ്പോൾ ഇതെല്ലാം കടന്നു കഴിഞ്ഞിട്ട് വേണം ഈ കോട്ടയുടെ മുകളിലേക്ക് എത്താൻ. അപ്പോൾ അത്രയും രീതിയിൽ സംരക്ഷിക്കപ്പെട്ടു പോകുന്നൊരു കോട്ടയാണ്. പിന്നെ പലർക്കും തന്നെ ഈ ഒരു കോട്ട പിടിച്ചെടുക്കാൻ അത്ര എളുപ്പമൊന്നും സാധ്യമായ ഒരു സ്ഥലമല്ലായിരുന്നു. വെയിലത്ത് ഇത്രയും ദൂരം നടന്നു ചെല്ലുമ്പോൾ ആകെ കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇടയ്ക്ക് വീശുന്ന നല്ല കാറ്റാണ്. മുകളിലേക്ക് എത്തുന്തോറും കാറ്റ് നന്നായിട്ട് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ആഘാതം അത്രയ്ക്ക് അങ്ങോട്ട് അറിയുന്നില്ല. നമ്മളങ്ങനെ ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ ഈ കോട്ട മറ്റു കോട്ടകളിൽ നിന്നും വ്യത്യസ്തമാക്കപ്പെടുന്നത് ഈ ഒരു പാലം കാരണമാണ്. പണ്ട് കോട്ടയ്ക്കുള്ളിലേക്ക് മടക്കാൻ കഴിയുന്ന ഒരു പാലമായിരുന്നത്. നമ്മൾ ബാഹുബലി സിനിമയിലൊക്കെ കണ്ട പോലത്തെ ഒരു പാലം എന്ന് വേണമെങ്കിൽ പറയാം. ഈ പാലത്തിന് താഴെ ആഴമുള്ള കിടങ്ങ് തന്നെയാണ്. ഇപ്പോഴിത് സുരക്ഷാ കാരണങ്ങളാൽ ഗവൺമെൻറ് ഈ പാലത്തെ ഫിക്സാക്കി വെച്ചിരിക്കുകയാണ്. മടക്കാനൊന്നും കഴിയില്ല. ഈ പാലം ഇങ്ങനെ ഉയർത്താനും താഴ്ത്താനും കഴിയുന്നത് കൊണ്ട് തന്നെ ആക്രമികൾ വരുന്ന സമയത്ത് പാലം അങ്ങ് ഉയർത്തും. അപ്പോൾ പിന്നെ അവരൊക്കെ ഈ താഴത്തെ കിടങ്ങിലേക്ക് വീഴും. അതുകൊണ്ടാണ് ഈ കോട്ട ആർക്കും തന്നെ അത്ര പെട്ടെന്ന് കീഴടക്കാൻ കഴിയാത്തൊരു അത്ഭുതമായിട്ട് മാറുന്നത്. ഈ പടികൾ കയറി നമ്മൾ മുകളിലേക്ക് പോവാണ്. ഒരാൾക്ക്, അതായത് ഒരു ഒത്തിരി ഒന്നും മണ്ണില്ലാത്ത ഒരാൾക്ക് അത്യാവശ്യം ചെരിഞ്ഞ് നിന്ന് കയറാൻ പറ്റുന്ന ഒരു ഇടുങ്ങിയൊരു കോണിപ്പടി തന്നെയായിരുന്നു അത്. അങ്ങനെ മുകളിലേക്ക് എത്തുമ്പം കണ്ട കാഴ്ചയാണ് കേട്ടോ. നമുക്ക് ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. ഭയങ്കര രസമായിരുന്നു. അതിന് താഴേക്കൊരു ഹോളുണ്ട്. നമ്മളത് എത്തി നോക്കിയപ്പോഴാണ് താഴേക്കുള്ള നല്ല ആഴമുള്ള എന്തോ ഒരു സംഭവമായിരുന്നു. പിന്നീട് അവിടെയൊക്കെ അങ്ങനെ നടന്ന് കാണുമ്പം ഓരോ സ്ഥലങ്ങളിലായിട്ട് കുറേ തൂണുകളുള്ള കുറേ മണ്ഡപങ്ങൾ പോലത്തെ സ്ഥലങ്ങൾ കാണാം കേട്ടോ.
അങ്ങനെ അതിൻ്റെ അറ്റത്തും പോയി നോക്കുമ്പോൾ നമുക്ക് താഴേക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. ഒരു മണ്ഡപത്തിൽ ഇതേപോലെ ചെന്ന് അങ്ങനെ നടന്ന് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ ഒരു കുരങ്ങൻ ഓടിച്ചു. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും മര്യാദയ്ക്ക് എടുക്കാതെ തിരിച്ചിങ്ങ് പോകുന്നു. ഒത്തിരി കാര്യങ്ങളൊന്നും കാണാൻ നിന്നില്ല. ആ ഒരു ഏരിയയിൽ കുരങ്ങന്മാരുടെ ശല്യം കുറച്ച് കൂടുതലായിരുന്നു. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ മുകളിലെത്തിയെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് താഴേക്ക് പോരുകയാണ്. കാരണം വൈകുന്നേരം ഇത് അടയ്ക്കുന്നതിന് താഴെ എത്തണമല്ലോ. നമ്മളിങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഒരു കൽമണ്ഡപത്തിൽ വെച്ചിട്ട് തുടക്കത്തിൽ തന്നെ സെക്യൂരിറ്റി നമ്മുടെ പേരും ഫോൺ നമ്പറൊക്കെ എഴുതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എത്ര പേര് മുകളിലേക്ക് പോയി അതിൽ എത്ര പേര് താഴേക്ക് എത്തി എന്നുള്ളൊരു കണക്കെടുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ നമ്മൾ വൈകുന്നേരം താഴേക്ക് എത്തി കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോഴത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ കാര്യങ്ങൾ തന്നെയല്ലേ കാണാനുള്ളൂ എന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ താഴെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നത്. ഇപ്പോൾ നമ്മൾ കയറുന്നത് ഇവിടുത്തെ ധാന്യപുരയിലേക്കാണ്. അപ്പോൾ അതിനുള്ളിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഓരോ വശത്തേക്കുമായിട്ട് കുറച്ച് കോണിപ്പടിയും അതിനുള്ളിൽ എന്തെങ്കിലും ഹോള് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ മുകളിൽ പോയി നടന്നു വന്ന ക്ഷീണത്തിലായതുകൊണ്ട് ഞാനിപ്പോൾ ഈ കോണിയൊന്നും കയറി പോയില്ല. താഴെ നിന്ന് തന്നെ കാഴ്ചകൾ കണ്ട് ഏകദേശം അങ്ങ് ആസ്വദിച്ചു. ഇവിടെ ഇങ്ങനെ ഇതുപോലത്തെ ധാരാളം കെട്ടിടങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ചിലതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഓരോന്നും എന്താണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് ഇവിടുത്തെ ജിംനേഷ്യത്തിലാണ്. അപ്പോൾ ഒരു കോട്ടയ്ക്കുള്ളിൽ ജിംനേഷ്യം എന്നൊക്കെ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് എക്കോ കേൾക്കുന്ന ഒരു ഹോളായിരുന്നു കേട്ടോ അത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി. അപ്പോഴാണ് ഇതുപോലെ കുറേ വള്ളികളൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കൗതുകത്തിന് അതിന് മേലെ കിടന്ന് ഇങ്ങനെ പിടിച്ച് വലിഞ്ഞാടി. വിചാരിച്ചപ്പോൾ അല്ല, കൈ അത്യാവശ്യം വേദനിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവരുടെ അടിയിൽ താഴേക്കാണ് പോകുന്നത്. ഇതാണ് എലിഫൻറ്റ് ടാങ്ക് എന്നറിയപ്പെടുന്ന സ്ഥലം. വളരെയധികം ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. നമ്മൾ നടുക്കായിട്ട് പച്ച കളറിലുള്ള വെള്ളവും കുളവും ഒക്കെ ആയിക്കൊണ്ട് സൈഡിലൂടെ ഇങ്ങനെ കുറേ വരാന്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള കാഴ്ചകൾ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് കല്യാണ മഹൽ എന്നുള്ള സ്ഥലത്തേക്കാണ്. അതായത് 7 നിലകളുള്ള കല്യാണ മഹൽ. അപ്പോൾ കുറച്ച് പടികളൊക്കെ ആയിട്ട് സൈഡിൽ നല്ല വലിയ തൂണുകളൊക്കെ ആയിക്കൊണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇതിനെ കാണുമ്പോൾ തന്നെ. അതിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു സ്റ്റേജും സൈഡിലൊരു കോണിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും കല്യാണവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ചുറ്റുവട്ടത്തിരുന്ന ആളുകൾക്ക് കാണാനായിട്ടൊരു ഗാലറി പോലൊരു സ്ഥലമുണ്ട്. അതിലേക്ക് നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു ഫോർട്ട് അടയ്ക്കുന്ന ഏകദേശം നേരം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ 7 നിലകളുള്ള മഹലിൻ്റെ മുകളിലേക്കൊന്നും കയറിപ്പോയില്ല. താഴെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു ഫോർട്ട് തന്നെയായിരുന്നു അത്. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഈ കോട്ടയും അവരുടെ ആ എഞ്ചിനീയറിംഗ് കഴിവുകളും തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ വളരെയധികം ട്രക്കിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നൊരു യാത്ര കൂടിയായിരുന്നത്.